All of you welcome. Today we will discuss the topic tests for convergence of a series. ഒരു സീരീസ് കൺവെർജൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള 4 ടെസ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇൻ്റഗ്രൽ ടെസ്റ്റ്, സെക്കൻഡ് വൺ കമ്പാരിസൺ ടെസ്റ്റ്, തേർഡ് വൺ റേഷ്യോ ടെസ്റ്റ് ആൻഡ് ഫോർത്ത് വൺ റൂട്ട് ടെസ്റ്റ്. ഇതിലെ ഇൻ്റഗ്രൽ ടെസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. Integral test. Let sequence AI be a sequence of positive terms. Suppose that AI is equal to f of I, where f of x is a continuous positive decreasing function of x for all x greater than or equal to 1. Then if integral 1 to infinity f of x dx converges, so summation I is equal to 1 to infinity AI converges. And if the integral 1 to infinity f of x dx diverges, so does summation I is equal to 1 to infinity AI. That means ഇവിടെ AI എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണ്. And suppose that AI is equal to f of I, and where f is a continuous and positive decreasing function for all x greater than or equal to 1. Then ഇൻ്റഗ്രൽ 1 to infinity f of x dx കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ സീരീസും കൺവേർജ് ചെയ്യും. അതല്ല ഈ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ സീരീസ് ഡൈവേർജ് ചെയ്യും. ഇതാണ് ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രകാരം നമ്മൾ ഇൻ്റഗ്രൽ 1 to infinity f of x dx കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആണോ, ഇത് കൺവേർജ് ചെയ്യുമോ ഡൈവേർജ് ചെയ്യുമോ എന്നതിനനുസരിച്ചാണ് നമ്മുടെ സീരീസ് കൺവേർജ് ചെയ്യുമോ ഡൈവേർജ് ചെയ്യുമോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ്റഗ്രൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രൂവ് ദാറ്റ് ദ സീരീസ് 1 + 1/4 + 1/9 + 1/16 + എക്സെട്ര കൺവേർജസ്. അപ്പോൾ ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നു നമുക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രകാരം പ്രൂവ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് ഏതാണ്? 1 + 1/4 + 1/9 + 1/16 + എക്സെട്ര ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ നോക്കൂ, 4, 9, 16 എക്സെട്ര ആയിട്ടാണ് പോകുന്നത്. സോ എന്താണ് 4 എന്ന് പറഞ്ഞാൽ 2², 9 എന്ന് പറഞ്ഞാൽ 3², 16 എന്ന് പറഞ്ഞാൽ 4². സോ ഫോർത്ത് ടേം, ഈ സീരീസിലെ ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ 1/4² ആണ് വരുന്നത്. സോ ഫിഫ്ത്ത് ടേം എന്തായിരിക്കും? 1/5² ആയിരിക്കും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 1 + 1/2² + 1/3² + 1/4² + എക്സെട്ര വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ സമ്മേഷൻ്റെ ടേംസിൽ എഴുതാണ് എങ്ങനെ എഴുതാം? സമ്മേഷൻ I is equal to 1 to infinity 1/I². ഓക്കെ, ഇതാണ് നമ്മുടെ സീരീസ്. ഇത് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യൂസിങ് ഇൻ്റഗ്രൽ ടെസ്റ്റ്. സോ ഇൻ്റഗ്രൽ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എഫ് ഓഫ് എക്സ് വേണം. AI is equal to f of I ആകുന്ന രീതിയിലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനായ ഒരു എഫ് ഓഫ് എക്സ് അവിടെ ഡിഫൈൻ ചെയ്യാൻ കഴിയണം. സോ ഇവിടെ AI എന്ന് പറയുന്നത് 1/I² ആണ്. സോ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? എഫ് ഓഫ് I is equal to AI ആകുന്ന തരത്തിൽ ഒരു എഫ്. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും? ഇവിടെ AI എഫ് ഓഫ് I is equal to 1/I² ആണെങ്കിൽ എഫ് ഓഫ് എക്സ് is equal to 1/x² ആയിരിക്കും. സോ ആ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ the function f of x is equal to 1/x². Then for each I, f of I is equal to 1/I², which is equal to AI. And എഫ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. 1/x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0ൽ മാത്രമാണ് കണ്ടിന്യൂസ്ലി ചെറിയ പ്രശ്നം വരുന്നത്. ബാക്കി ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കിയാൽ മതി. സോ ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്
ആൻഡ് ഇതെന്താണ്, ഒരു പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷനാണ്. 1/x² എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. സോ 1/x² പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ കൂടിയാണ്. പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ് for all x greater than or equal to 1. For all x greater than or equal to 1. ഇത്തരം കണ്ടീഷൻസ് എഫ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കവിടെ ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രകാരം പറയാൻ പറ്റുള്ളൂ. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കണം ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, കൂടാതെ അത് പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷനും ആയിരിക്കണം. ഓക്കെ, ഈ ഫംഗ്ഷൻ എന്താണ്, 1/x² എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് 1/x² വാല്യൂ ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക. എല്ലാം എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂസും ആണ്. സോ നമുക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രകാരം എന്തിൻ്റെ വാല്യൂ കണ്ടാൽ മതി, ഇൻ്റഗ്രൽ 1 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ കാണുക. ഇപ്പോൾ ഇൻ്റഗ്രൽ 1 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to infinity എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ 1/x² dx. സോ ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. ദാറ്റ് മീൻസ് ഇൻ്റർവെൽ ഇൻഫിനിറ്റി വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റിലാണ് ഇൻഫിനിറ്റി വരുന്നത്, 1 to b 1/x² dx. സോ നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 1/x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1/x² ഇൻ്റഗ്രേഷൻ -1/x 1 to b. then upper ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, -1/b മൈനസ് ഈ എക്സിന് 1 കൊടുക്കുമ്പോൾ -1/1 എന്ന് വരും. ആ മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആകും, 1 കിട്ടും. സോ ബി ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/b എന്ന് പറയുന്നത് എന്തായിരിക്കും, 0ലേക്ക് അപ്രോച്ച് ചെയ്യും. സോ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഫൈനൈറ്റ് വാല്യൂ ആണ്, 1 ആണെന്ന് കിട്ടി. സോ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. ഹെൻസ് ഇൻ്റഗ്രൽ 1 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ്. then by integral test, ഇപ്പോൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് പറയാം, then by integral test summation I is equal to 1 to infinity 1/i² converges. ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള. അപ്പോൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രകാരം ഇത് സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് കിട്ടി. സോ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Problem 2. Show that the P series summation I is equal to 1 to infinity 1/i raised to P is equal to 1/1 raised to P plus 1/2 raised to P plus 1/3 raised to P plus etc. where P is a real constant converges if P greater than 1 and diverges if P less than or equal to 1. അപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ കൺവേർജ് ചെയ്യുന്നു എന്നും പിയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഈ സീരീസിനെ പറയുന്ന പേരാണ് പി സീരീസ് എന്ന്. ഓക്കെ, സോ ഇത് നമ്മൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രകാരമാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമുക്കൊരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വേണം. ഇവിടെ നമുക്ക് ഏതാണ്, സീരീസ് 1/i raised to P ആണ് കൺവേർജ് ചെയ്യുന്നു അല്ലെ ഡൈവേർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെടുക്കാം, 1/x raised to P. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x raised to P. സോ ക്ലിയർലി നമുക്കറിയാം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ആൾസോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ ക്ലിയർലി എഫ് ഓഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ, positive
decreasing function of x for all x greater than or equal to 1. And f of I is equal to എന്താണ്? f of I is equal to 1 by I raised to p which is equal to ai. f of I എന്ന് പറയുന്നത് ai എന്ന് പറഞ്ഞ ടേം ആണ്. സോ നമുക്കിവിടെ ഇൻ്റഗ്രൽ 1 to infinity f of x dxൻ്റെ വാല്യൂ ആണ് നോക്കേണ്ടത്. ഇതൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ ഇത് കൺവേർജ് ചെയ്യും. സോ നമ്മുടെ ഗിവൺ സീരീസും കൺവേർജ് ചെയ്യും. സോ ഇതിൻ്റെ വാല്യൂ കാണാം, which is equal to integral 1 to infinity f of x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by x raised to p dx. So which is also an improper integral with interval infinity വരുന്നുണ്ട്. So which is equal to limit b tends to infinity integral 1 to b 1 by x raised to p dx. That means which is equal to limit b tends to infinity integral 1 to b 1 by x raised to p എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x raised to minus p dx. Then ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ which is equal to limit b tends to infinity. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? x raised to minus p plus 1 divided by minus p plus 1. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. ദെൻ ഈ ലിമിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 by minus p plus 1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ b tends to infinity ആണ് വരുന്നത്. സോ ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ലിമിറ്റിൻ്റെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 1 by 1 minus p എന്ന് വരും. ലിമിറ്റ് b tends to infinity. ദെൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പോൾ അപ്പർ ലിമിറ്റായ b കൊടുക്കുമ്പോൾ എന്ത് വരും? b raised to minus p plus 1. ദാറ്റ് മീൻസ് 1 minus p മൈനസ് എക്സിന് 1 കൊടുക്കുമ്പം 1 raised to something. 1 raised to something എന്ന് പറഞ്ഞാൽ 1 തന്നെ. സോ നമുക്കറിയാം ലിമിറ്റ് b tends to infinity b raised to 1 minus pയുടെ വാല്യൂ. ഇവിടെ b raised to 1 minus p ആണ് വരുന്നത്. സോ p greater than 1 ആകുമ്പോൾ ഒരു വാല്യൂ ആയിരിക്കും, അതുപോലെ p less than 1 ആകുമ്പോൾ മറ്റൊരു വാല്യൂ ആയിരിക്കും. ഇതെന്താണ് കിട്ടുക? ഇഫ് p greater than 1 ആകുമ്പോൾ 1 minus p എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ b raised to നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 1 by b raised to എന്നുള്ള ഫോമിലേക്ക് വരും. സോ b tends to ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇഫ് p greater than 1ൽ ഈ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇഫ് p less than 1 ആണെങ്കിൽ 1 minus p എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. ദെൻ b tends to ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. ഓക്കെ, സോ ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ 1 to infinity f of x dx is equal to integral 1 to infinity 1 by x raised to p dx. ഇതിൻ്റെ വാല്യൂ എന്താണ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് p greater than 1 ആകുമ്പോൾ ഒരു വാല്യൂവും p less than 1 ആകുമ്പോൾ മറ്റൊരു വാല്യൂ ആയിരിക്കും. ഇവിടെ p greater than 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 by 1 minus p into minus 1. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? 1 by p minus 1 എന്ന് കിട്ടും ഇഫ് p greater than 1. ആൻഡ് ഇഫ് p less than 1 ആകുമ്പോഴോ p less than 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവും. സോ ഇൻഫിനിറ്റി മൈനസ് സം ഫൈനൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഇൻഫിനിറ്റി ആണ്. സോ ഈ ഇൻ്റഗ്രലിന് p greater than 1 ആകുമ്പോൾ ഒരു വാല്യൂവും p less than 1 ആകുമ്പോൾ മറ്റൊരു വാല്യൂവും കിട്ടി. സോ ഇഫ് p is equal to 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. സോ ഇഫ് p is equal to 1, integral 1 to infinity 1 by x raised to p dx is equal to integral 1 to infinity 1 by x dx. 1 by xൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? ln x. സോ ഇതിനെ നമുക്ക് ആദ്യം ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതണം? ലിമിറ്റ് b tends to infinity integral 1 to b 1 by x dx എന്ന് എഴുതണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് b tends to infinity 1 by x in integration ln x 1 to b which is equal to
ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ln b മൈനസ് ln1. ln1ൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ ബി ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ln bയുടെ വാല്യൂ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആകും. സോ ഇഫ് p is equal to 1 the value of the integral is infinity. Therefore നമുക്ക് എന്ത് പറയാം? Therefore integral 1 to infinity 1 by x raised to p dx is equal to 1 by p minus 1 if p greater than 1 and infinity if p less than or equal to 1. So if p greater than 1 this integral converges and if p less than or equal to 1 this integral diverges. കാരണം ഇവിടെ infinite value ആണ് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ 1 to infinity f of x dx is equal to integral 1 to infinity 1 by x raised to p dx converges if p greater than 1 and diverges if p less than or equal to 1. Hence by integral test പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? integral test summation I is equal to 1 to infinity 1 by I raised to p converges if p greater than 1 and diverges if p less than or equal to 1. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഈ പി സീരീസ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യും ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഡൈവേർജസ് ഇഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഷോ ദാറ്റ് the series summation m is equal to 2 to infinity 1 by m into ln m all raised to p. ഇവിടെ ln mന് മാത്രമേ all raised to p ഉള്ളൂ. p greater than 0 converges if p greater than 1 and diverges if 0 less than p less than or equal to 1. പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ സീരീസ് കൺവേർജ് ചെയ്യുമെന്നും പിയുടെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ ഈ സീരീസ് ഡൈവേർജ് ചെയ്യുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഏത് സീരീസാണ് തന്നിരിക്കുന്നത്? സീരീസിൻ്റെ എ എം എന്ന് പറഞ്ഞാൽ mth ടൈം ഏതാണ്? 1 by m ഇൻറ്റു ln m all raised to p. സോ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്തെടുക്കണം? 1 by x ഇൻറ്റു ln x all raised to p where p is greater than 0. ദെൻ നമുക്കറിയാം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് വിച്ച് ഈസ് എ പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ. But then f of x is continuous positive decreasing function of x for all x greater than or equal to 1. And f of m is equal to 1 by m into ln m all raised to p which is equal to am. ഇത് ln ആണ്, ലോഗിൻ്റെ. Then by integral test the series m is equal to 2 to infinity am converges. എപ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യുക? ഇഫ് ഇൻ്റഗ്രൽ 2 to infinity f of x dx converges. ഈ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ സീരീസ് കൺവേർജ് ചെയ്യുള്ളൂ. സിമിലർലി ഈ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ സീരീസ് ഡൈവേർജ് ചെയ്യും ബൈ ഇൻ്റഗ്രൽ ടെസ്റ്റ്. സോ നമ്മൾ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു.
അപ്പോൾ ഇൻ്റഗ്രൽ 2 to infinity f of x dx is equal to integral 2 to infinity f of x എന്ന് പറയുന്നത് 1 by x into ln x all raised to p into dx. സോ ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 2 to b 1 by x into ln x all raised to p dx. സോ ഇതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് പോകുന്നത്. ഇവിടെ ln x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ അതിൻ്റെ ഡെറിവേറ്റീവായ 1 by എക്സും ഇവിടെയുണ്ട്. സോ നമ്മൾ ln എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുട്ടിങ് ln x is equal to u. Then 1 by x into dx is equal to du. So integral 1 by x into ln x all raised to p dx which is equal to ഇതിനെ നമ്മൾ യുവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്തായി മാറും? ഇൻ്റഗ്രൽ 1 by u raised to p 1 by x into dxന് പകരം du എന്ന് കൊടുക്കാം. ഇവിടെ u raised to p ആണ്. 1 by u raised to p du. ദാറ്റ് മീൻസ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിപ്പം ഇവിടെ പിയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? u raised to minus p ആയിട്ട് എടുക്കാം. സോ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് u raised to 1 minus p by 1 minus p if p not equal to 1 and if p equal to 1 ആണെങ്കിലോ p equal to 1 ആണെങ്കിൽ ഇൻ്റഗ്രൽ 1 by u du അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ln u എന്ന് കിട്ടും. സോ നമ്മൾ യുവിനെ റീസബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു ln x എന്നുള്ളത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു യുവിന് പകരം ln x കൊടുക്കുമ്പോൾ എന്ത് വരും? ln x all raised to 1 minus p divided by 1 minus p if p not equal to 1 and ln of ln x if p equal to 1. ഓക്കെ, ഇത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മാത്രമാണ്. ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ കാണേണ്ടത് എന്താ? ഇൻ്റഗ്രൽ 2 to b വരെയുള്ളതാണ്. സോ നമുക്ക് എന്ത് പറയാം? ദെർഫോർ ഇൻ്റഗ്രൽ 2 to infinity f of x dx is equal to limit b tends to infinity integral 2 to infinity 1 by x into ln x all raised to p dx. ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയതാണ്. സോ നമ്മളിവിടെ ഇൻ്റഗ്രൽ 1 by x ln x all raised to p dx കണ്ടിട്ടുണ്ട്. സോ ആ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് b tends to infinity. രണ്ട് വാല്യൂസ് വരുന്നുണ്ട്. ഇഫ് പി നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോഴും പി ഈക്വൽ ടു 1 ആകുമ്പോഴും. അപ്പോൾ പി നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇതാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഫംഗ്ഷൻ. സോ ഇതിൽ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ബി അല്ലേ വരാം. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ബി ആണ്, ലോവർ ലിമിറ്റ് 2 ആണ്. സോ ഇവിടെ അപ്പർ ലിമിറ്റായ ബി കൊടുക്കുമ്പോൾ എന്ത് വരും? ln b all raised to 1 minus p minus ln 2 all raised to 1 minus p divided by 1 minus p if p not equal to 1. ഇനി if p equal to 1 ആകുമ്പോഴോ? if p equal to 1 ആകുമ്പോൾ അതുപോലെ ln of ln x ആണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ln of ln b മൈനസ് ln of ln 2. ഓക്കെ, സോ ഇഫ് p is equal to 1, പിയുടെ വാല്യൂ 1 ആകുമ്പോൾ നമുക്കറിയാം ഈ ഇൻ്റഗ്രൽ 2 to infinity f of x dx എന്ന് പറഞ്ഞാൽ ലിമിറ്റ് b tends to infinity ഈ വാല്യൂ ആണ്. സോ b tends to infinity ആകുമ്പോൾ ln b യും എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ ln of ln b എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് വാല്യൂ കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? ഇഫ് p is equal to 1 integral 2 to infinity f of x dx is equal to infinity. ഇനി നമ്മൾ p നോട്ട് ഈക്വൽ ടു 1 ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ തന്നെ p ഗ്രേറ്റർ ദാൻ 1 ആകുന്ന കേസ് നോക്കുക, p ലെസ് ദാൻ 1 ആകുന്ന കേസ് നോക്കുക. സോ ഇഫ് p ഗ്രേറ്റർ ദാൻ 1 then
പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ 1 മൈനസ് പിയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കുമല്ലോ. സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എൽ എൻ ബി ഓൾ റേസ് ടു നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക? ദാറ്റ് മീൻസ് എൽ എൻ ബിയുടെ വാല്യൂ എൽ എൻ ബി ഓൾ റേസ് ടു 1 മൈനസ് പി. പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ 1 മൈനസ് പി നെഗറ്റീവ് ആണ്. സോ എൽ എൻ ബി ഓൾ റേസ് ടു 1 മൈനസ് പിയുടെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും? ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ, ബിയുടെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക? ഇത് 1/LNB എന്ന് പറഞ്ഞ ഫോമിൽ വരും. സോ 1/ഇൻഫിനിറ്റി ഫോം. സോ ഇത് 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. സിമിലർലി ഇഫ് പി ലെസ് ദാൻ 1, ദെൻ പി ലെസ് ദാൻ 1 ആകുമ്പോഴോ LNB ഓൾ റേസ് ടു 1 മൈനസ് പി എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും? ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ. പി ലെസ് ദാൻ 1 ആകുമ്പോൾ 1 മൈനസ് പി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ LNB, അതായത് ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ LN ഇൻഫിനിറ്റി റേസ് ടു പോസിറ്റീവ് വാല്യൂ. സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ നമുക്കെന്ത് പറയാം? ദെർഫോർ ഇൻ്റഗ്രൽ 2 to infinity f of x dx is equal to, if p ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ആണ് ഈ ഒരു വാല്യൂ 0യിലേക്ക് പോകുന്നത്. സോ ബാക്കി എന്താ അവിടെ ഉണ്ടാകും? ഈ വാല്യൂ 0യിലേക്ക് പോയി കഴിഞ്ഞാലും മൈനസ് LN2 ഓൾ റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി എന്നുണ്ട്. സോ ഈ മൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ 1 മൈനസ് പിനെ എങ്ങനെ എഴുതാം? പി മൈനസ് 1 ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെയുള്ള ഈ മൈനസ് അങ്ങ് പോകും. സോ LN2 ഓൾ റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ പി മൈനസ് 1 എന്ന് കിട്ടും ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ. ഇനി അതുപോലെ പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോഴും ഈ വാല്യൂ ഇൻഫിനിറ്റി കിട്ടുന്നു. സോ ഇൻഫിനിറ്റി മൈനസ് സം വാല്യൂ എന്ന് പറഞ്ഞാലും എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇനി ഇഫ് പി ഈക്വൽ ടു 1 ആകുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇഫ് 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ദ വാല്യൂ ഓഫ് ദിസ് ഇൻ്റഗ്രൽ ഈസ് ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് ഈ ഒരു ഇൻ്റർവെല്ലിൽ ഈ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു. പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഈ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നു. സോ ബൈ ഇൻ്റഗ്രൽ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ ദെൻ ബൈ ഇൻ്റഗ്രൽ ടെസ്റ്റ്, the given series converges if p greater than 1 and diverges if 0 less than p less than or equal to 1. ഓക്കെ. സോ ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രകാരം നമ്മൾ ഈ രീതിയിലാണ് ഒരു സീരീസ് കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്ന് നോക്കുക. അവിടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടെത്തണം. സോ ഇന്ന് നമ്മൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രകാരം ചെയ്യുന്ന 3 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.